സാറേ, അടുത്ത ഒരു ചോദ്യം. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തത്, നമ്മൾ അതായത് ലോങ് ടൈമിലേക്ക് ഇപ്പോൾ ഒരു നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ടിലാണെന്ന് തോന്നുന്നു, ഒരു 1000 രൂപ വെച്ച് മന്ത്ലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു 2.something CR കിട്ടിയെന്നുള്ള ഒരു വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അത് സാറിന് അത് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ വീഡിയോയുടെ അടിയിൽ വന്ന് ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്തു, ചുമ്മാ ഇത് എക്സാജറേറ്റഡ് ഫിഗറാണ്. അതായത് ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് കണ്ട ഒരു കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ 50 lakhs ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇത് എക്സാജറേറ്റ് ചെയ്തൊരു ഫിഗറാണ്, കാരണം 20% കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടിയത് 14-15% അപ്പോൾ ഇതിന് സാറിൻ്റെ മറുപടി എന്താ? നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇപ്പോൾ സാധാരണ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എന്ത് റിട്ടേൺസ് കിട്ടാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വളരെ സിമ്പിൾ 2 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നത്. ഒന്ന് GDP ഗ്രോത്ത്, ഇപ്പോൾ രാജ്യത്തിൻ്റെ GDP ഗ്രോത്ത്, രണ്ടാമതായിട്ട് അവിടുത്തെ ഇൻഫ്ലേഷൻ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമോ അതിനേക്കാൾ ഒരു 1% അല്ലെങ്കിൽ 2% എക്സ്ട്രാ റിട്ടേൺസ്. അതാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന റിട്ടേൺ. ഇപ്പം നോർമലി നമ്മൾ ഏത് ഫോർകാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഒരു 12% റിട്ടേൺ വെച്ച് ലോങ് ടൈം റിട്ടേൺസ് നമുക്ക് പ്രഡിക്റ്റ് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ GDP ഇപ്പോൾ ഒരു 6% ഗ്രോ ചെയ്യുന്നു, ഒരു 6% ഇൻഫ്ലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ 6 + 6 12%. ഇനി നിപ്പോൺ ഇന്ത്യ ഗ്രോത്ത് ഫണ്ട് 1995 ലോഞ്ച് ചെയ്ത ഫണ്ടാണ്. ആ ഫണ്ടിൽ അന്ന് തുടങ്ങി അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചെങ്കിൽ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഇപ്പം ഏകദേശം ഈ 1000 രൂപ എന്നുള്ള സംഭവം ഇപ്പം ഏകദേശം 340 മാസം എന്തുണ്ടായി, 340 മാസം കൊണ്ട് 3,40,000 രൂപ, ഇപ്പം ഏകദേശം 2 കോടിയിലധികം രൂപ ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ആവറേജ് റിട്ടേൺ ഇപ്പം നിങ്ങളിപ്പോൾ ഏകദേശം 20-21% ആവറേജ് റിട്ടേൺ കഴിഞ്ഞ ഏകദേശം 28-29 വർഷമായിട്ട് ആവറേജ് കൊടുക്കുന്നുണ്ട്. അത് ഇപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ റിട്ടേൺ എടുത്ത് നോക്കിയാൽ അത് ഓൾറെഡി തന്ന റിട്ടേൺ ആണ്. ഇപ്പൊ ഇദ്ദേഹം ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നൊന്നും നമുക്കറിയാൻ പാടില്ല, പിന്നെ എന്നാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് അറിയാൻ പാടില്ല. ഇത് 1995 തുടങ്ങി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടിയ, അല്ലെങ്കിൽ അന്നോടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കിട്ടുന്ന റിട്ടേൺ ആണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്പം നോർമൽ ഇപ്പം ഈ പറഞ്ഞ കേസിൽ 14% റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്, നല്ല റിട്ടേൺ ആണ്. കാരണം ഇപ്പം നിങ്ങളിപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനം റിട്ടേൺ കിട്ടും? ഇപ്പം 5.5% അല്ല 6%, ഇപ്പം ആണെങ്കിൽ ഒരു 7% റിട്ടേൺ കിട്ടും. അപ്പോൾ 14% ആണെങ്കിൽ ബാങ്കിൽ കിട്ടുന്നതിനേക്കാൾ 7% എക്സ്ട്രാ റിട്ടേൺ കിട്ടി. അപ്പോൾ അതിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഗോളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് 20%, 30% ഒക്കെ റിട്ടേൺ ഇട്ട്, അല്ലെങ്കിൽ ഈ ഫണ്ട് ഇപ്പോൾ കഴിഞ്ഞ് 10 വർഷമായിട്ട് അല്ലെങ്കിൽ 5 വർഷമായിട്ട് 20% അല്ലെങ്കിൽ 25% റിട്ടേൺ തന്നിട്ടുണ്ട്. ആ സംഭവം ഇട്ട് നമ്മളൊരു കാരണവശാലും ഒരു ഗോളും പ്ലാൻ ചെയ്യാൻ പാടില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം സെബി തന്നെ 13% കൂടുതൽ റിട്ടേൺസ് ഫോർകാസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പം നമുക്ക് വന്നേക്കുന്ന ഗൈഡ് ലൈൻസ്. അപ്പം നോർമൽ ഒരു 12% റിട്ടേൺ എന്നുള്ളത്, 12% റിട്ടേൺ ലോങ്ങർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10+ years നമുക്ക് കിട്ടിയാൽ തന്നെ അത് നല്ല റിട്ടേൺ ആണ്. ഇപ്പം ഇൻഫ്ലേഷൻ എല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് അതുകൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ആൾക്കാർക്ക് ഇത് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഈ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയായിട്ട് മാറണമെങ്കിൽ 10 വർഷം എടുക്കും.